അങ്കമാലിക്കാരുടെ അടുത്ത ഫേവറേറ്റ് പാൽക്കപ്പയും കാളാഞ്ചി മുളകിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേവുന്ന കപ്പയാണ്. നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് അത് നമ്മളിടുന്നു. തീ കത്തിക്കുന്നു. വെള്ളം ഒഴിക്കുന്നു. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കും. യെസ്. അപ്പോൾ നമ്മളുടെ കപ്പ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേകുമ്പോഴേക്കും നമ്മളുടെ മീൻകറി റെഡിയാക്കി വയ്ക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടാവണവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീൻ മുളകിട്ടതിന് ആദ്യം തന്നെ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിക്കോട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഉലുവയും ചേർക്കാം. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴാണ് കടുക് ഇടുന്നത്, കാരണം അല്ലെങ്കിൽ പൊട്ടാൻ സമയം അധികം കൊടുക്കും. ഇട്ടു, എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചിയിലൊന്ന് മൂപ്പിക്കാം. അതിലേക്ക് നമ്മളുടെ പച്ചമുളക് ഓക്കെ. ഇഞ്ചി പച്ചമുളക് വഴറ്റി അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഇതെല്ലാം മുരിഞ്ഞതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കപ്പയിനെ നോക്കാം നമുക്ക്. അതാ ഏകദേശം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുന്നുണ്ട്. നമ്മളുടെ നന്ന വെന്ത കപ്പയിലേക്ക് നമ്മൾ ചതച്ച ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില അത് ആഡ് ചെയ്തു. ഒന്ന് ഉടച്ചു കൊടുക്കാം. കപ്പ നല്ല കപ്പ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണുണ്ട്. നന്നായിട്ട് ഉടച്ചു കൊടുക്കില്ല. അതുപോലെ നമ്മളുടെ മീൻകറിയുടെ തക്കാളിയും വരണ്ട് വരുന്നുണ്ട്. ഉടച്ചു കൊടുക്കാം. നമ്മളുടെ കപ്പ ശരിക്കും വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഓളീസിൻ്റെ തേങ്ങാപ്പാൽ, തീ കുറച്ചു തേങ്ങാപ്പാൽ, നമ്മുടെ പാൽക്കപ്പ, ഓളീസ് വെച്ചിട്ടുള്ള പാൽക്കപ്പ. നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ മുളകിട്ടതിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ കുറച്ചും കൂടി പൊടിക്കയുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിക്കും. ലേശം വെളിച്ചെണ്ണയും ഈ ഓഫ് ചെയ്തു. കുറച്ച് കറിവേപ്പില. ഇതൊരു ട്രിക്കാണേ. നമ്മുടെ പാൽക്കപ്പ ഇതാ നല്ല വെന്തുടഞ്ഞ പാൽക്കപ്പ. നമ്മളുടെ തക്കാളി കിട്ടും. ഈ മുളകിട്ട കറിയിൽ തക്കാളി മസാല ഇട്ടതിന് ശേഷം ഇടാം, ആദ്യം ഇടാം. മസാല ഇടുന്നതിന് മുമ്പ് ഇടാം. ഞാൻ മസാല ഇടുന്നതിന് മുമ്പ് ഇട്ടെ. അപ്പം ആ കരിഞ്ഞ് പിടിക്കലും ഒക്കെ ഒഴിവായി കിട്ടും. അതോടൊപ്പം തന്നെ ഇത് എളുപ്പത്തിൽ വഴറ്റി കിട്ടാനും ഇതാ നല്ലത്. അതുകൊണ്ടാണ് തക്കാളി ഞാൻ ആദ്യം ഇട്ടത്. നമുക്കതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി 1, 2, 3, 4 സ്പൂൺ. നോർമൽ ചില്ലി 2 സ്പൂൺ. മല്ലിപ്പൊടി 2 സ്പൂൺ. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് ഒരു 1.5 സ്പൂൺ. ഇതിന് നന്നായിട്ട് വഴറ്റും.
ശരിക്കും പച്ചമണം പോകണ വരെ ഇതിന് നന്നായിട്ട് വഴറ്റാം. പച്ചമണം പോകുന്നവർ വഴറ്റിയില്ലെങ്കിൽ അതിനൊരു പച്ചക്കുത്ത് വരും. നമ്മൾ സാധാരണ മുളകിട്ട കറിയൊക്കെ ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വയ്ക്കും. അപ്പം നന്നായിട്ട് വഴറ്റി പൊടിയൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് അതിലേക്ക് പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ശരിക്കും ഫിഷിൻ്റെ ഉള്ളിലേക്ക് മസാല കയറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളും മൺചട്ടിയിൽ അതേപോലെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സദ്യയിൽ മാങ്ങാക്കറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാങ്ങാക്കറി ഒപ്പം തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് മീൻ മുളകിട്ട്. നമ്മളുടെ മസാലയുടെ എണ്ണയൊക്കെ ശരിക്കും ആ സൈഡിൽ കൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുടപ്പുളി വെള്ളവും ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ 1.5 കിലോ കാളാഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു 15 പീസ് കുടപ്പുളി. നമ്മളുടെ ഫിഷ് മുളകിട്ട കാളാഞ്ചി മുളകിട്ടതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്തു കൊടുക്കും. ചെറിയ 1.5 കിലോ സൈസുള്ളതാണ്. അതാണ് എപ്പോഴും നല്ല സൈസുള്ള കാളാഞ്ചി. നല്ല നെയ്യുടെ ഫ്ലേവർ ഉണ്ടാവും. അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മളുടെ മുളകട്ടയിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്തു. അതിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അത് കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. കാളാഞ്ചിയൊക്കെ പോലത്തെ മീൻ വളരെ എളുപ്പത്തിൽ വേവുന്ന മീനാണ്. ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് വേവും. നമ്മൾ കാളാഞ്ചി മുളകിട്ടത് സൂപ്പർ. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് പോവാം. എന്താ രസം! നല്ല പിടയ്ക്കണ കാളാഞ്ചി കിട്ടിയത് കണ്ടാ. ഇതിലേക്ക് നമ്മളുടെ ഓങ്കിയുടെ തിക്ക് കോക്കനട്ട് മിൽക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫയർ ഓഫ് ചെയ്തു. ഈ കാളാഞ്ചിക്കറി കപ്പയോട് കഴിച്ചിട്ടുണ്ടെങ്കിലല്ലോ ജമ്മത്ത് മറക്കില്ല. അമ്മാതിരി കറിയാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക.